സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെതായ വിഷമം പലർക്കും ഉണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് ആ ഒരു വിഷമം അങ്ങ് തീർക്കാം. ഇന്ന് നമ്മളൊരു അടിപൊളി ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ ഇടണമെങ്കിൽ പോലും ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾ ഉപയോഗിച്ച് ഇത് ചെയ്തെടുക്കാവുന്നുള്ളൂ. എക്സ്പെഷ്യലി ഇച്ചിരി ഡിസൈൻ ഒക്കെ ഉള്ള ഷോൾ ആണെങ്കിൽ തകർത്തു മക്കളെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷോള്. കണ്ടോ, എൻ്റെ ഇരിക്കുന്നത് വെച്ചാൽ ഇത് സ്കാർഫാണ്. ഇത് ഷോൾ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം നല്ല വീതിയുണ്ട്. ഇതിനെ നമ്മൾ ഇതാ രണ്ടായിട്ട് ഇതിനെ മടക്കുക. ഇത് കണ്ടോ, ഇതിന്റെ 4 സൈഡിലും ഇതിന് ബോർഡർ ഉണ്ട്. ഇതുപോലെ ബോർഡർ വരുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടതേ, ഇതിനെല്ലാത്തിനും 4 സൈഡിലും ബോർഡർ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടെങ്കിൽ എടുത്തോ, അതായിരിക്കും ഏറ്റവും സൂപ്പർ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് മടക്കാൻ പോവുകയാണ്. ഇതാ നോക്കിക്കോ, ഇൻസൈഡ് അങ്ങ് ഔട്ട് ആക്കിയേക്കാം. അപ്പൊ ഇനി വരച്ചാലും ഒന്നും പ്രശ്നമില്ല. ഇതാ ഞാൻ ഇതിനെ മടക്കുകയാണ്. ഇതാ ഇങ്ങനെയാ മടക്കുന്ന കേട്ടോ. കണ്ടോ, വീതി വെച്ചാണ് ഞാൻ മടക്കുന്നത്, നീളമായിട്ടല്ല മടക്കുന്നത്, വീതിയായിട്ടാണ് ഞാൻ മടക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാമോ? ഓക്കെ, കണ്ടോ, ഇതിന്റെ നീളം ഒന്ന് വഴിയോരം കിടക്കുക. കണ്ടോ, അപ്പൊ മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിച്ചത്. ഇനിയിപ്പൊ ഇതിന്റെ ജസ്റ്റ് ഹാഫ് കാണാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഹാഫ്. ഇങ്ങനെയാണ് ഞാൻ ഇതിന്റെ ഹാഫ് എടുക്കാൻ പോകുന്നത്. കണ്ടോ, ഇത് നമ്മള് ഹാഫ് എടുത്തു. എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത്. ഒരു കഫ്താൻ മോഡലിലാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരിക്കും. വീട്ടിലിരിക്കുന്ന ഷോളുകളൊന്നും ഇനി കളയണ്ട. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ഇതിന്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഈ പോർഷനാണ് നമ്മുടെ മിഡിൽ. കാരണം ഈ ഭാഗത്തായിരിക്കും നമ്മുടെ നെക്ക് വരാൻ പോകുന്നത്. അത്ര ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഞാൻ പറയുന്നത് എന്താണ്? ഇത് നല്ല തെന്നുന്ന തുണിയാണ് കേട്ടോ. ഇതൊരുമാതിരി ഒരു സിൽക്കി ഫാബ്രിക് ആണ്. അപ്പൊ എന്തായാലും നോക്കാം. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് പിന്ന് വെച്ച് കുത്തിയേക്കാം, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഇഷ്ടത്തിന് വന്ന് നിന്ന് തരത്തില്ല. എല്ലാ തനിസ്വഭാവവും കാണിക്കും. ഇതിപ്പം മെഷീൻ വേണമെന്നൊന്നുമില്ല. മെഷീൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് കൈകൊണ്ട് വേണേലും തയ്ച്ചെടുക്കാവുന്ന, ഭയങ്കര ഫാസ്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പാണിത്. അതുകൊണ്ടാണ് ഞാൻ ഓർത്തുന്നത് പിന്നെ ഇന്ന് ഇത് തന്നെ ആയിക്കോട്ടെന്ന്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. നല്ല സ്റ്റൈലിഷ് ആയിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ തുണിയെ നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. എന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ച്. ആ 7 ഇഞ്ചിനെ ഞാനിവിടെ മാർക്ക് ചെയ്തു. അത് ക്ലിയർ ആയില്ലേ? നമ്മൾ നെക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 4 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതും ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഷോൾഡർ 7 ഇഞ്ച്. ആ 7 ഇഞ്ച് അവിടെ എടുത്തോണ്ട് തന്നെ ഞാൻ താഴോട്ട് ആം ഹോളിന് വേണ്ടി 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ തയ്ക്കുന്ന കഫ്താൻ മോഡൽ ഇച്ചിരി ലൂസ് ആയിട്ട് കിടക്കുന്നതായിരിക്കും എപ്പോഴും ഭംഗി. അതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കൂടെ അങ്ങോട്ട് എക്സ്ട്രാ താഴോട്ട് ഇറക്കി കൊടുക്കാൻ പോവാണ്. അപ്പൊ 8 ഇഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. വളരെ എളുപ്പമായിട്ടൊരു ടോപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി നമ്മുടെ ചെസ്റ്റ് അളവാണ് വരുന്നത്. എന്റെ ചെസ്റ്റ് അളവ് 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോഴേക്ക് 9 ഇഞ്ച്. അപ്പൊ നിങ്ങളതും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുക. ബ്രാ സൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. 9 ഇഞ്ച്. ആ 9 ഇഞ്ചിന്റെ 1 ഇഞ്ച് ഞാൻ അലവൻസ് കൊടുക്കുന്നു. കാരണം നമുക്ക് എന്നാലേ മൊത്തത്തിൽ എടുക്കുമ്പോൾ 4 ഇഞ്ച് ലൂസ് കിട്ടും. അതാണ് നമ്മുടെ ലൂസ് എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. അത്ര വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതാണ് നമ്മുടെ ലൂസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ താഴോട്ടൊരു വര അങ്ങ് വരയ്ക്കാൻ പോവാം. നിങ്ങൾക്ക് ഇപ്പം ഇച്ചിരി ഷേപ്പിൽ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പിൽ വരച്ച് ഭംഗിയായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ താഴെ വരെ നമ്മൾ അങ്ങ് അടിക്കാൻ പോവാ. നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഈ ടോപ്പിന്റെ ഷേപ്പ് അനുസരിച്ച്, നിങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് ജസ്റ്റ് അങ്ങ് അടിച്ചു കൊടുക്കുക. അല്ല, നിങ്ങളൊരു ടോപ്പ് വെച്ചിട്ട് ആ രീതിയിൽ അങ്ങ് അടിച്ച് താഴോട്ട് വിടുക. അപ്പം നല്ല ഭംഗിയായിട്ട് ഇത് കിടക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് താഴോട്ടൊരു അടിപ്പങ്ങ് അടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, നോക്കേണ്ടതുള്ളൂ. നമുക്ക് നെക്കിനെ, ഇതാണ് നമ്മുടെ 4 ഇഞ്ചിന്റെ നെക്ക്. നെക്കിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ച് വെട്ടാം. ഞാൻ വലിയ നെക്കൊന്നും വെക്കാൻ പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് കയറി നിൽക്കുന്ന ഒരു നെക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതേണ്ട നെക്ക് ഇവിടുന്ന് ജസ്റ്റ് 1 ഇഞ്ച് താത്താണ് ഞാൻ വെട്ടിയേക്കുന്നത്. അത്ര ഞാൻ എടുത്തുള്ളൂ. ഇനിയിപ്പോൾ 1/2 ഇഞ്ച് എടുത്താലും മതി. നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഇച്ചിരി കൂടെ നെക്ക് ഇറങ്ങിക്കോളും. പറഞ്ഞ മനസ്സിലായോ? ഞാൻ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് മാത്രം നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഇതേ നെക്ക് ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള അളവുകൾ എല്ലാവരും തന്നെ ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 11 ഇഞ്ച് ഷോൾഡർ ആയിരുന്നു എനിക്ക്. നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അത് നിങ്ങൾ എടുക്കുക. ഞാൻ 4 ഇഞ്ചാണ് നെക്ക് വെച്ചത്. നെക്കിന്റെ വിഡ്ത്ത് നിങ്ങൾക്കും 4 ഇഞ്ച് വെക്കാം. അത് കൂട്ടി വെക്കണേ വെക്കാം, കുറച്ച് വെക്കണേലും വെക്കുക.
ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഷോൾഡർ പോയിന്റിൽ നിന്നും താഴോട്ട് 7 ഇഞ്ചും അതിനോട് 1 ഇഞ്ച് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 7 മതിയെങ്കിൽ അത്ര തന്നെ എടുത്താൽ മതി, ലൂസായിട്ട് കിടക്കുവാൻ വേണ്ടി. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് പോയിന്റ് 36 ആയിരുന്നു. 36 ഡിവൈഡഡ് ബൈ 4 9 കിട്ടി. 9 1 ഇഞ്ച് കൂടെ വെച്ചു. അപ്പോൾ നമ്മുടെ ലൂസിനുള്ള പോർഷൻ കിട്ടി. അവിടുന്ന് നേരെ താഴോട്ട് അറ്റം വരെ നമ്മൾ ഒറ്റ അടിപ്പ്. അത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലേ? നെക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അല്ലാതെ ഞാനിത് മറിച്ചടിക്കുവോ, നിങ്ങൾക്ക് ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇനി പൈപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ അതും ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കൈ കൊണ്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിങ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഈ ബാക്കിയുള്ള പോർഷൻ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ താഴ്ഭാഗത്തുനിന്ന് അടിച്ചു വരുന്നതായിരിക്കും. ഇത് തെന്നുന്ന തുണിയാണ് കേട്ടോ. താഴെ നൽകി നമുക്ക് ഒരിക്കലും തെറ്റ് പറ്റത്തില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിയാൽ പോലും തുമ്പുകളൊക്കെ ഒന്ന് ഭംഗിയായിട്ടൊന്ന് എടുത്തു വെച്ചിട്ട് ഒരടി അങ്ങ് അടിക്കുക. ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. ഇനി ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കട്ടെ. ഫിനിഷ്. എത്ര പെട്ടെന്നാണ് ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ നോക്കിയേ. ഒരു 2 മിനിറ്റ് അല്ലെ മാക്സിമം 3 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണിത്. നിങ്ങൾക്ക് ഈ ടോപ്പ് തയ്ക്കുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ തുണിക്ക് നല്ല വീതിയുള്ള ഒരു നീളമുള്ളൊരു ഷോളായിരുന്നു. നിങ്ങൾക്ക് ഇത്ര നീളമില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ കൈ കുറഞ്ഞു വരും. ഇതുപോലെ കൈ കുറയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ ഈ പോർഷനിലെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനിപ്പം നല്ല നീളമുള്ള കൈ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാരണം ഒരു പ്രത്യേക ലുക്ക് നിങ്ങൾക്ക് തോന്നില്ലേ, നല്ല രസമില്ലേ കാണാൻ. ഇനി നിങ്ങൾക്ക് ഇത്ര നീളം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങൾക്ക് വേണമെന്ന് പിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ കൈ ഇരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉള്ളു വരെ കാണത്തില്ല, കാരണം നമ്മളിവിടെ അടിച്ചു വെച്ചേക്കുക. ഇത് നമ്മുടെ ആം ഹോളാണ്. അതുകൊണ്ട് നമുക്ക് കൈ പൊങ്ങിയാലൊന്നും കുഴപ്പമില്ല, കാരണം ഇവിടം വരെ അടിപ്പാണ്. നിങ്ങളിത് കണ്ടോ, ഇത് കണ്ടോ, അടിപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. 2 ഭാഗം നല്ലതായിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ല. ഈ ടോപ്പിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ പിൻ ചെയ്യാം. കണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ട് പിടിപ്പിച്ചു കൊടുക്കാം. ആ മോഡലിൽ ഞാൻ താമസിക്കാതെ തന്നെ ഇടാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു കഫ്താൻ മോഡലിലെ ടോപ്പാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ കഫ്താൻ മോഡൽ. ഇത്ര ഇറക്കാൻ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഫ്ലവറി ആയിട്ടുള്ളത്, നല്ല എന്താ പറയുക, ഫ്ലോറൽ പ്രിന്റിൻ്റെയൊക്കെയുള്ള നല്ല ഷിഫോൺ പോലത്തെ, ഇച്ചിരി കട്ടിയുള്ള ഷിഫോൺ അല്ലെങ്കിൽ സാറ്റിൻ മോഡലിൽ അങ്ങനത്തെ പ്രിന്റ് ഉള്ളത് വർക്ക് കിട്ടും. ആ തുണിയിലൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങൾ അത് ദേഹത്തു നൂരത്തില്ല. ഇത് തന്നെ എനിക്ക് ദേഹത്തു നൂരാൻ തോന്നില്ല. അപ്പോൾ സുരേഷ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സുരേഷിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് നിങ്ങൾ നോക്കിക്കേ, ഇതുണ്ടോ, നമുക്ക് ബാക്ക് ആണെങ്കിലും നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ടക്ക് ചെയ്യുമ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക, എങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ടുള്ളത്. എന്തായാലും എനിക്ക് എങ്ങനെയായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ ഇതുപോലത്തെ തയ്ക്കുന്നുണ്ട്. ഷോളുകൾ ഇനിയും ഉണ്ട്. ഞാൻ പല മോഡലിൽ ഇതുപോലത്തെ കഫ്താൻ ടൈപ്പ് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ആർക്കും ചെയ്തെടുക്കാവുന്നുള്ളൂ. ജസ്റ്റ് നെക്ക് വെട്ടുക, ആം ഹോളിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ടൊരു അടിപ്പ്, അത്ര മാത്രം നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. പക്ഷെ വേറെ മോഡലിൽ നമുക്ക് സ്ലീവ്സ് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അതും വളരെ എളുപ്പം തന്നെയാണ്. ഇതുപോലെ തന്നെ 2-3 മിനിറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ആ മോഡലും താമസിക്കാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന്. ഇത് ജീൻസിൻ്റെ കൂടെയും നമ്മുടെ സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ആയിരിക്കും. വൺസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എപ്പോഴും ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഫ്രീഡാണ്, വിയർക്കത്തില്ല, നല്ലൊരു സുഖമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.